നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അല്ലെ. ആരും സങ്കടത്തോടു കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ ഈ ഹാപ്പി ആവണമെന്ന് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ നമ്മൾ അൺഹാപ്പി ആക്കുന്ന നമ്മൾ തന്നെ ചെയ്യുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഉണ്ട്, നമ്മുടെ കുറച്ച് കോമൺ ഹാബിറ്റ്സ് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അൺഹാപ്പി ആക്കി വെക്കുന്നത്. ആ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആ മിസ്റ്റേക്ക് നിങ്ങൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും ഒരു പരിധി വരെ. ഓക്കെ, വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. എല്ലാവരുടെ ഒരു ധാരണ ഉണ്ട് ലൈഫിലെല്ലാം പെർഫെക്റ്റ് ആയാലേ ഹാപ്പി ആവാല് നടക്കത്തുള്ളൂ എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുന്നുള്ളത്? ഒരിക്കലും ഇല്ല. അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയാലേ നിങ്ങൾ ഹാപ്പി ആവും എന്നുള്ളൊരു പിടിവാശി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും ഹാപ്പി ആയിട്ടിരിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ എല്ലാ കാര്യവും ഒരു 90 കാര്യം ചെയ്താൽ അതിൽ ഒരു പകുതിയോളമേ ശരിയാവത്തുള്ളൂ. ശരി, ഒരു 10 കാര്യം ചെയ്താൽ 8 കാര്യം ഫെയിലിയർ ആവും ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ സക്സസ്ഫുൾ ആവത്തുള്ളൂ. അപ്പം എല്ലാം പെർഫെക്റ്റ് ആവണം, എല്ലാം നല്ല രീതിക്ക് അവസാനിക്കണം എന്ന് വിചാരിച്ച് ഒരിക്കലും നടക്കില്ല. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, പരാജയങ്ങൾ ഉണ്ടാവും, വീക്ക് പോയിന്റുകൾ ഉണ്ടാവും, ഫീലിങ്സുകൾ ഉണ്ടാവും. അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് നമ്മുടെ ലൈഫിൽ വരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ചെറിയ ചെറിയ തിങ്സിൽ നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തുക. അല്ലാണ്ട് പെർഫെക്റ്റ് ആവാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്നാൽ, പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്ന് വിചാരിച്ചിരുന്നാൽ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നടന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നെഗറ്റീവ്സ് പറയുന്ന ഫ്രണ്ട്സ് ആണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്. എപ്പോഴും കുറ്റം പറയാ, പരദൂഷണം പറയാ, വീക്ക് പോയിന്റിനെ കുറിച്ച് സംസാരിക്കുക, അതില്ല ഇതില്ല എന്ന് പറയാ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസ് കാണുക, പാട്ടുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടന്റ്സ് നെഗറ്റീവ് ആയിട്ടുള്ളത് കേൾക്കുക, അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളും ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ക്യാരക്ടറുള്ള നെഗറ്റീവ് ബിഹേവിയർ ആയിട്ട് മാറും. അപ്പം എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ മാത്രം കൂടെ കൂട്ടുക, പോസിറ്റീവ് റിലേഷൻസ് മതി, ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടെ കൂട്ടണ്ട. പോസിറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷണൽ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുക, എനർജറ്റിക് ആയിട്ടുള്ള ഫീലിംഗ് ഗുഡ് പാട്ടുകളൊക്കെ കേൾക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആവാൻ തുടങ്ങും. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചുറ്റും കീപ്പ് ചെയ്താൽ മതി. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുക എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് ഒരു കാര്യമില്ല, അത് കഴിഞ്ഞതാ. ഇനി നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനെക്കുറിച്ച് ആലോചിച്ച്. ഇനി എന്താ നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് വേണം നിങ്ങൾ ആലോചിക്കാൻ. അല്ലാണ്ട് കഴിഞ്ഞു പോയ പെയിൻഫുൾ കാര്യങ്ങളെക്കുറിച്ച്, ജോലിയിലുള്ള വിഷമങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച്, എന്നെ വിട്ടുപോയിട്ടുള്ള ആൾക്കാരെ കുറിച്ച്, അല്ലെങ്കിൽ പരാജയങ്ങളെ കുറിച്ച് ആലോചിച്ച് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിട്ട് നമുക്കൊന്നും നേടാനില്ല. ഇനി എന്ത് നേടും? അതൊക്കെ നമ്മുടെ ലൈഫിൽ വന്നു പോയ പാഠങ്ങളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ ലെസൺസ്. അതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇനി നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനെ കുറിച്ചിട്ട് വേണം നിങ്ങൾ എപ്പോഴും ആലോചിക്കാനായിട്ട്. പിന്നെ കമ്പാരിസൺ, ഒരിക്കലും ഒരാളുമായിട്ട് നിങ്ങൾ കമ്പാരിസൺ ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. നമ്മളുടെ ലൈഫിൽ ഒന്നുമില്ല, കാറില്ല, അയാളുടെ പോലത്തെ ബിഹേവിയർ ഇല്ല എനിക്ക്, അയാളുടെ പോലത്തെ ക്യാരക്ടർ ഇല്ല, അയാളുടെ പോലെ കാറില്ല, ജോലിയില്ല, സാലറി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും. ഒരിക്കലും മറ്റുള്ള വ്യക്തികളുമായിട്ടല്ല നിങ്ങളെ കമ്പയർ ചെയ്യേണ്ടത്. നിങ്ങളെ തന്നെയാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇന്നലത്തെ നിങ്ങളെയും ഇന്നത്തെ നിങ്ങളെയും അതാണ് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്. എന്തൊക്കെ ഇനി നേടാനുണ്ടെന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് ലൈഫിൽ ഓരോ ജീവിതങ്ങളും ഓരോ പോലെയാണ്, അതുപോലെ നമുക്കും വേണം, അതുപോലെ നമ്മളും കടെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അവരുടെ ലൈഫ് അതുപോലെ നമുക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള എഫേർട്ടാണ് ഇടേണ്ടത്. അല്ലാണ്ട് കമ്പാരിസൺ നടത്തിയിട്ട് സാഡായിട്ട് ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം കൊടുക്കുക, പ്രൊഡക്റ്റീവ് ആക്കി മാറ്റിയ ടൈമൊക്കെ എഫേർട്ട് ഇടുക, ഹാർഡ് വർക്ക് ചെയ്യുക. അതിലൂടെ നമുക്ക് അവരെ പോലെ അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുക. അല്ലാണ്ട് കമ്പാരിസൺ ചെയ്തിട്ട് നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവാൻ നിൽക്കരുത്. പിന്നെ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്ത, ഒരിക്കലും ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ. കാരണം അവരൊക്കെ അവരുടെ ലൈഫ് നോക്കിയിട്ട് അവരുടെ ഗോൾസ് നോക്കിയിട്ട് എഫേർട്ട് ഇട്ട് ജീവിക്കുന്നവരാണ്. അവരൊരിക്കലും നമ്മളെന്തൊക്കെ ചെയ്യുന്നു, നമ്മളെന്തൊക്കെ മണ്ടത്തരങ്ങൾ ചെയ്തു, നമുക്ക് എന്തൊക്കെ പരാജയങ്ങൾ ഉണ്ടെന്ന് എപ്പോഴും നോക്കി നടക്കുന്നവരെല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ അവരെ പേടിച്ച് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഒരിക്കലും ബാക്കിയുള്ളവരുടെ ലൈഫ് നോക്കി ജീവിക്കാണ്ട്, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു ചിന്തിക്കാണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ജീവിക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്, നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ നീഡ്സാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്, നിങ്ങളുടെ ഗോൾസാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് നിങ്ങൾ നേടിയെടുക്കാനായിട്ട് നോക്കുക ചെയ്യേണ്ടത്. അത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യരുത്. അപ്പോൾ എപ്പോഴും ലൈഫിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ ഗോൾസ് സെറ്റ് ചെയ്യുക, അതിന് കുറച്ച് ഡെഡ് ലൈൻസ് ഒക്കെ സെറ്റ് ചെയ്യുക, എന്നിട്ട് ആ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ട്രൈ ചെയ്യൂ.